ആൽഫയേ ഒമേഗയേ റാഫയേ എൻ സൗഖ്യമേ എൽ ഷാദയേ സർവശക്തനേ എൽ റോഹിയേ എബനേസരേ ആൽഫയേ ഒമേഗയേ റാഫയേ എൻ സൗഖ്യമേ എൽ ഷാദയേ സർവശക്തനേ എൽ റോഹിയേ എബനേസരേ ഏറ്റം യോഗ്യനേ നിത്യം രാജാവേ എൻ്റെ പിതാവേ യേശുവേ ഏറ്റം യോഗ്യനേ നിത്യം രാജാവേ എൻ്റെ പിതാവേ യേശുവേ. വോയിസ് ഓഫ് ലവിൽ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം 132 സങ്കീർത്തനം, അതിൻ്റെ 3-4 വാക്യങ്ങളാണ്. ഞാൻ യഹോവയ്ക്കൊരു സ്ഥലം, യാക്കോബിന്റെ വല്ലഭന് ഒരു നിവാസം കണ്ടെത്തും വരെ ഞാൻ എൻ്റെ കൂടാര വീട്ടിൽ കടക്കുകയില്ല, എൻ്റെ ശയ്യമേൽ കയറി കിടക്കുകയുമില്ല. രാജാവായിരുന്ന ദാവീദിൻ്റെ ഒരു തീരുമാനമാണ്. അദ്ദേഹത്തിന് ഒരു കുറവുമില്ല. കൊട്ടാരത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായി ജീവിക്കുന്നൊരു മനുഷ്യൻ. പക്ഷെ അദ്ദേഹം ദൈവം പറയാത്ത ഒരു കാര്യം ദൈവത്തിന് വേണ്ടി ചെയ്യാൻ ആഗ്രഹിക്കുക. ഇതുവരെയുള്ള ചരിത്രം ദൈവം പറഞ്ഞ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ അഭിഷിക്തന്മാർ എഴുന്നേൽക്കുമ്പോൾ, ദൈവം പറയാത്തൊരു കാര്യം ദൈവത്തിന് വേണ്ടി ചെയ്യാൻ ഒരു തീരുമാനമെടുക്കുക. എന്താ തീരുമാനം? ദൈവത്തിൻ്റെ പെട്ടകം, ആ പെട്ടകത്തിന് ഒരു നിവാസം ഉണ്ടാക്കണം. അതിങ്ങനെ വെളിമ്പ്രദേശങ്ങളിൽ കിടക്കുകയാണ്. അതുകൊണ്ട് അതിനെ ഇനി നല്ലൊരാലയം പണിത് അതിൽ വെച്ചിട്ട് മാത്രമേ താൻ തൻ്റെ കിടക്കയിൽ, തൻ്റെ കൊട്ടാരത്തിൽ കിടക്കുകയുള്ളൂ എന്നൊരു തീരുമാനം. ആമേൻ. ശ്രദ്ധിച്ചാൽ ഈ ഒരൊറ്റ തീരുമാനമാണ് ദാവീദിന്റെ ചരിത്രത്തെ മാറ്റിയൊരു തീരുമാനം. തനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയല്ല, ദൈവത്തിന് വേണ്ടി ചെയ്യുവാൻ എടുത്ത തീരുമാനം. ദൈവം പറയുന്നൊരു കാര്യമുണ്ട്. ഞാൻ ഇന്ന് വരെ ആരോടെങ്കിലും പറഞ്ഞോ എനിക്കൊരു ആലയം പണിയണമെന്ന്? പക്ഷേ എൻ്റെ ദാസനായ ദാവീദ് ഞാൻ അങ്ങോട്ട് പറയാതെ ഇങ്ങോട്ട് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? ഞാൻ അവൻ്റെ സിംഹാസനം സ്ഥിരമാക്കും. ഞാൻ അവൻ്റെ ഗൃഹം പണിയും. അവൻ്റെ സന്തതികളിൽ ഒരുത്തൻ നിത്യം രാജാവായിരിക്കും. സിംഹാസനം അവനെ വിട്ടു മാറത്തില്ല. നിങ്ങൾ ദൈവത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി ചെയ്യുന്ന ഏത് കാര്യവുമാണ് ജീവിതത്തിൽ നിലനിൽക്കുന്നത്. എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ പറയുന്നു, വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതും മറന്നു കളയുവാൻ ദൈവം അനീതിയുള്ളവനല്ല. ഞാൻ നിങ്ങളോട് പറയാം, ഈ ജീവിതത്തിൽ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്യുവാൻ എടുക്കുന്ന തീരുമാനമുണ്ടല്ലോ, ഭയങ്കര ബ്ലെസ്സിംഗ് ആണ്. ആമേൻ. ഞാനിന്ന് ഓർത്തു പോവുകയാണ്, ഈ ഒരു ചെറിയ വോയിസ് ഓഫ് ലവ് എന്ന ഈ ഒരു ശുശ്രൂഷ വലിയ സൗകര്യങ്ങളൊന്നും ഇല്ലാതെയാണ് തുടങ്ങിയത്. പക്ഷെ ഇത് ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ ലൈഫ് ഭയങ്കരമായി ബ്ലെസ്ഡായി. ഇന്നിപ്പോൾ ഈ ശുശ്രൂഷ ഞങ്ങളിപ്പോൾ ഇത് ചെയ്യുമ്പോൾ മണിക്കൂറുകളായി ഇതിൻ്റെ കൂടെ ഇരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ ഭയങ്കരമായി ബ്ലെസ്ഡായി. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹം കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുമ്പോഴാണ്.
ഇത് പറയാൻ വന്നതല്ല, പക്ഷെ പെട്ടെന്ന് ഓർത്തുപോയി. നിങ്ങളും ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തീരുമാനിക്കുമ്പോഴുണ്ടല്ലോ, നിങ്ങളുടെ ഗ്രഹം പണിയപ്പെടും. ഹഗായി പ്രവചനത്തിനകത്തൊരു പ്രവചനമുണ്ട്, നിങ്ങൾ ആലയം പണിയുക, എന്നാൽ ഇന്നു മുതൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കും. പ്രൈസ് ഗോഡ്. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കാൻ ഒരു വഴി, ദൈവരാജ്യത്തെ അതിൻ്റെ ആവശ്യങ്ങളെ നിവർത്തിക്കാൻ നിങ്ങളെടുക്കുന്ന തീരുമാനം. ദാവീദ് ആലയം പണിതോ? ഇല്ല, തീരുമാനം എടുത്തതേ ഉള്ളൂ. പക്ഷെ ദൈവം അതിൻ്റെ കെറോഫിൽ ദൈവം അവനെ അനുഗ്രഹിച്ചു. അവൻ്റെ മകനാണ് ആലയം പണിതത്. ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനൊരു തീരുമാനം എടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു അനുഗ്രഹം ഉണ്ടാകും. ഇന്നത്തെ മീറ്റിംഗ് കഴിയുമ്പോൾ ദൈവരാജ്യത്തിന് വേണ്ടി, ദൈവനാമത്തിന് വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ തീരുമാനമെടുക്കുക. അത് നിങ്ങളിലേക്ക് തന്നെ മടങ്ങി വരും, അനുഗ്രഹമായി, നന്മയായി. ഹല്ലേലൂയ. നിലനിൽക്കുന്ന ചില അനുഗ്രഹങ്ങൾ, തലമുറകൾ കൈമാറുന്ന ചില അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് ഉണ്ടാവട്ടെ. യെസ്, നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവേ, ഇന്ന് ഞങ്ങൾക്ക് നൽകിയ നല്ല വചനത്തിന് നന്ദി പറയുന്നു. കർത്താവേ, ഞങ്ങൾ ഇന്നൊരു തീരുമാനമെടുക്കുകയാണ്. യേശുവേ, അങ്ങേക്ക് വേണ്ടി നിലനിൽക്കുവാൻ, അങ്ങയെ സ്നേഹിക്കുവാൻ, കർത്താവ് ദൈവനാമത്തെ സ്നേഹിക്കുവാൻ, ദൈവരാജ്യത്തെ സ്നേഹിക്കുവാൻ ഞങ്ങളൊരു തീരുമാനമെടുക്കുന്നു. പിതാവേ, പരിശുദ്ധാത്മാവേ, ദൈവത്തിനും ദൈവരാജ്യത്തിനും ദൈവസഭയ്ക്കും വേണ്ടി കർത്താവെ നിൽപ്പാൻ, കരുതുവാനൊക്കെ പരിശുദ്ധാത്മാവെ ഞങ്ങൾക്ക് ബലം നൽകണം, നന്മകളെ നൽകണം. കർത്താവെ, ആലയത്തിനോടുള്ള എരിവ്, സഭയോടുള്ള എരിവ്, യേശുവിനോടുള്ള എരിവിനാൽ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കും. കർത്താവ്, തലമുറയായി കൈമാറി വരുന്ന അനുഗ്രഹങ്ങളെ പ്രാപിക്കുവാൻ പരിശുദ്ധാത്മാവെ അങ്ങ് ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കും. യേശുവിൻ്റെ നാമത്തിൽ ഈ വചനം കേൾക്കുന്ന വ്യക്തി അനുഗ്രഹിക്കുന്നു. അവർ ദൈവരാജ്യത്തിനൊരു മുതൽക്കൂട്ടായി മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇന്നത്തെ ദിവസത്തെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ സൗഖ്യത്തിനായും സമൃദ്ധിക്കായും ഐശ്വര്യത്തിനായിട്ടും കർത്താവിനുള്ള നന്മകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. രോഗമുള്ള ഭാഗത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിച്ചു. യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ, ഇപ്പോൾ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഇവർ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അവരെ സൗഖ്യമാക്കും. എന്ത് രോഗമാണെങ്കിലും, പ്രതീക്ഷയില്ലാത്ത വ്യക്തിയാണെങ്കിലും യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഈ കുടുംബത്തിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ. കടങ്ങൾ മാറട്ടെ, ജപ്തികൾ മാറട്ടെ, ബാധ്യതകൾ മാറട്ടെ, പരിഹരിക്കാൻ ഉള്ള ചില സാമ്പത്തിക ഇടപാടുകൾ പരിഹരിക്കപ്പെടട്ടെ. ആത്മീയമായൊരു വലിയ ഉയർച്ച ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ശരണം.